വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തു തട്ടിപ്പ് നടത്തിയ സ്ത്രീ കസ്റ്റഡിയിൽ. ശാസ്തമംഗലം ബ്രൂക്ക് പോർട്ട് ട്രാവൽസ് ഉടമ ഡോൾസി ജോസഫൈൻ സജുവിനെയാണ് മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നൂറുകണക്കിന് യുവാക്കളിൽ നിന്ന് 5 കോടി തട്ടിയ വാർത്ത പുറത്തു കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസാണ്. അമൽ തേനപ്പറമ്പൻ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഈ തട്ടിപ്പിന്റെ ഒരു സ്വഭാവം എന്താണിപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ വിശദാംശങ്ങൾ? എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോൾഫി അതോടൊപ്പം തന്നെ മകൻ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ അറസ്റ്റ് നടന്നത്. ഇവർ ഈ തട്ടിപ്പ് നടത്തിയ ശേഷം ഇവരുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് നിന്നും മറ്റെവിടേക്കോ ഒളിവിൽ പോയിരുന്നു. അതിനുശേഷം ഇന്നലെ ഈ സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങളും മറ്റും എടുക്കാനായി അവിടേക്ക് എത്തിയപ്പോൾ ആ സ്ഥാപനത്തിന്റെ ഉടമ പോലീസിൽ വിവരം അറിയിക്കുകയും മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുകയുമാണ് ചെയ്തത്. ഇപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനുള്ളിൽ ഇരുവരും തുടരുന്നുണ്ട്. ഇതുവരെയും ഇവർക്കെതിരെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മറ്റു നടപടികളുമായി പോലീസ് ഇതിനോടകം തന്നെ മുന്നോട്ട് പോകുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആളുകളാണ്, മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത നൽകിയതിന് പിന്നാലെ നിരവധി ആളുകളാണ് തങ്ങളും സമാനമായ തട്ടിപ്പിന് ഇരയായി എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നത്. അതിനുശേഷം പോലീസിന്റെ നടപടിയും കടുപ്പിച്ചിരുന്നു. ഇവരുടെ തട്ടിപ്പിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് ആളുകളെ, ഈ യുവാക്കളെ കബളിപ്പിച്ച് കോടികൾ തട്ടുകയായിരുന്നു. 5 കോടിയിലധികം രൂപ വിവിധ ആളുകൾക്ക് നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12 FIRന്റെ വാർത്ത നമ്മൾ തന്നെ കൊടുത്തിരുന്നു. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രേഖകളടക്കമാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിനുശേഷം ഈ വാർത്തയിൽ അടിസ്ഥാനമില്ല എന്നത് കാട്ടി ഇവർ ഈ വാർത്ത സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ അടക്കം പരാതി കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും ഈ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുകയാണ്. തിരുവനന്തപുരം ശാസ്തമംഗലം കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ബ്രൂക്ക് പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നടത്തിയിരുന്നത്. കാനഡ, UK, US ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തൊഴിൽ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പാണ് ഇവർ നടത്തിയിരുന്നത്. അവിടേക്ക് കൊണ്ടുപോകാമെന്ന് കാണിച്ച് ഈ യുവാക്കളിൽ നിന്നും യുവതികളിൽ നിന്നുമെല്ലാം പണം പിരിച്ചു. പക്ഷേ പിന്നീട് അതിൻ്റെ ബന്ധപ്പെട്ട നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. ഇവർക്ക് പുറത്തേക്ക് പോകാനും കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഇവരുടെ സ്ഥാപനത്തിന് മുന്നിൽ വലിയ തോതിലുള്ള പ്രതിഷേധമടക്കം നമ്മൾ കാണുകയും ചെയ്തതാണ്. ആ പ്രതിഷേധത്തിൽ വന്ന ആളുകളൊക്കെ അവർ ഏത് തരത്തിലാണ് പറ്റിക്കപ്പെട്ടതെന്നും എത്രത്തോളം നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവർ വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ട് വിളിക്കുന്നവരെയാണ് ഇവർ കൂടുതലും കബളിപ്പിച്ചിരുന്നത്. ഡോൾസി ജോസഫൈൻ സജു, അതോടൊപ്പം തന്നെ ഇവരുടെ മകൻ രോഹിത്, ഈ 2 പേരുമാണ് ഈ തട്ടിപ്പിന് മുൻകൈ എടുത്തിരുന്നത്. ഇവർ ഒരാളിൽ നിന്ന് 8 ലക്ഷം രൂപ വരെ വാങ്ങിയ സംഭവമുണ്ട് എന്നുള്ളതാണ് ഈ വിവിധ FIRകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇവർക്ക് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഈ കാനഡ, US അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് ഇവർ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും മറ്റും പരാതിയും മറ്റുമൊക്കെ അയച്ചു ചെന്നു. അതോടൊപ്പം ഇവരെ നിരന്തരമായി ഫോണിൽ വിളിച്ച് ഈ പണം തിരികെ വേണം, തങ്ങൾക്ക് ജോലി വാങ്ങി തന്നില്ല എങ്കിൽ കൂടി, തങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോയില്ല എങ്കിൽ കൂടി തങ്ങൾ തന്ന പണം തിരികെ വേണം എന്നൊരാവശ്യം ഇവർ ഉന്നയിച്ചു. പക്ഷേ ആ ആവശ്യം ഉന്നയിച്ച ആളുകൾക്കെതിരെ വീണ്ടും മറ്റു പരാതികൾ കൊടുക്കുന്ന തരത്തിലേക്കാണ് ഇവർ പോയത്. അവർക്ക് എതിരെ ഈ പറയുന്ന ഈ പണം തിരികെ ആവശ്യപ്പെട്ട ആളുകൾക്കെതിരെ പോലും ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് മ്യൂസിയം പോലീസ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തത്. 8 ജില്ലകളിൽ ഇവർക്കെതിരെ കേസുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഈ പരാതിക്കാർ വന്നു കണ്ട പരാതിക്കാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആണ് അതോടൊപ്പം തന്നെ ഈ പണം തിരികെ ചോദിച്ചതിൻ്റെ പേരിൽ ഇവർ ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള പരാതികൾ ഇതിന് പിന്നാലെയും പുറത്തു വന്നു. അത്തരം കേസുകളും ഇവർക്കെതിരെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ആരോപണം വന്നതിന് പിന്നാലെ, മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായതിന് പിന്നാലെ ഇവർ അപ്രത്യക്ഷരാകുക കൂടി ചെയ്തു. ആദ്യഘട്ടത്തിൽ മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ നിന്നും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം ഇവർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ പിന്നീട് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇവർ തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ആദ്യം മുതൽ ന്യായീകരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ കൂടി വസ്തുത അതല്ല എന്ന നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച FIRകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത കൃത്യമായി നൽകിയത്. പക്ഷേ അത് നിഷേധിക്കുന്ന നിലപാടാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഏതാണ്ട് 5 കോടിയോളം രൂപ വിവിധ ആളുകളിൽ നിന്ന് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.